നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 6th ഹൗസിൽ അല്ലെങ്കിൽ ലഗ്നം അല്ല ചന്ദ്രൻ അല്ല 6th ഹൗസിൻ്റെ സ്ഫുടം ഇതിലേതെങ്കിലും ഒന്ന് രോഹിണി നക്ഷത്രവുമായി ബന്ധം വന്നാൽ, രോഹിണി നക്ഷത്രത്തിൽ നിന്ന് 6th ഹൗസ് ലോർഡിൻ്റെ പ്ലേസ്മെൻറ്റ് രോഹിണി നക്ഷത്രത്തിലായാൽ എന്തൊക്കെയായിരിക്കാം വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, എന്തുകൊണ്ടാണ് 6th ഹൗസ് 12th ഹൗസ് 8th ഹൗസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നമ്മൾ പറഞ്ഞു. അത് ബേസ് ചെയ്താണ് നമ്മളിത് പറയുന്നത്. അപ്പം എന്തിനും പരിഹാരമുണ്ട്, ഒരു കാലമുണ്ട്, ആ കാലത്തിന് അതിനൊരു പരിഹാരമുണ്ട്. ഉദാഹരണത്തിന് ഒരു സന്താനം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാലമുണ്ട്. ആ കാലത്തെ മുമ്പോ അതിന് ശേഷമോ പറ്റില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഗർഭം ഉണ്ടാവണമെങ്കിൽ 5 വയസ്സിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പം അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് യൗവനമായിരിക്കുന്ന സമയത്ത് ചെയ്യുക. 50 വയസ്സിന് ശേഷവും ഉണ്ടാവുന്നില്ല. 50 വയസ്സിന് ശേഷം ഉണ്ടായിക്കൂടായില്ലല്ലോ എന്നുള്ള ലോജിക്കുമായിട്ട് വരരുത്. ഭൂരിപക്ഷം ആണ് അവർ. അപ്പം ഏറ്റവും നല്ല ആരോഗ്യമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വളരെ യൗവനം, ഒരു 21-22 വയസ്സൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ. ഇപ്പം പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ തന്നെ പറയുന്നത്, സുഹൃത്തുക്കളായിട്ടുള്ള പലരും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവർ പൊതുവേദിയിൽ പറയത്തില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരോടെ സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമ്പം വാസ്തവത്തിൽ എല്ലാവർക്കും എല്ലാ മേഖലയും അറിയില്ലല്ലോ. അപ്പോൾ നമുക്കറിയാത്ത ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും നല്ല സുന്ദരനും സുന്ദരിയായിട്ടുള്ള കുട്ടികൾ പലപ്പോഴും ജനിക്കുന്നത് അച്ഛനമ്മമാരുടെ യൗവനത്തിലാണ് എന്നുള്ളതാണ്. അവരുടെ നല്ല സമയത്ത് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ പലരും മണിയുടെ ഒരു ഇൻസെക്യൂരിറ്റി കാരണം, പൈസയുടെ ഒരു ബുദ്ധിമുട്ട്, അല്ല ജോലിയിൽ സ്റ്റേബിളായിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നത് തന്നെ ഒരു 30 വയസ്സിന് ശേഷമൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 22 വയസ്സിലുള്ളൊരു ചടുലത 30 വയസ്സിലുണ്ടാവില്ല. 30 വയസ്സിലുള്ള ഒരു ചടുലത 40 വയസ്സിലും വരില്ല. 40 വയസ്സിലുള്ളൊരു ചടുലത 50 വയസ്സിലും വരില്ല. പ്രത്യേകിച്ച് പറയാമെങ്കിലും ഐ എം സ്റ്റിൽ യങ്, പ്രായം എന്നൊക്കെ പറയുന്ന ഒരു നമ്പർ മാത്രമല്ല, അത് പ്രായമായാലല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ പോക്കും, കൂണുപോലെ മുളയ്ക്കുന്ന ഹോസ്പിറ്റൽസും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുളയ്ക്കുന്ന റെസ്റ്റോറൻറ്റ്സും നമ്മുടെ ജീവിതശൈലിയും എല്ലാം തന്നെ ഭാവിയിൽ ഒരു 40 വയസ്സിന് മുകളിൽ രോഗി ഒരു 10-15 വർഷത്തിനുള്ളിൽ, അധികം ദൂരോട്ട് പോകണ്ട, 15 വർഷത്തിനുള്ളിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും 40+ എന്ന് പറയുന്നത് അസുഖങ്ങളില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരവസ്ഥയാവും. കാരണം അങ്ങനെയാവും. കാരണം ആ മാതിരി ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് മെഡിക്കൽ മേഖലകളിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ചെയ്യുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി, ഇത്രത്തോളം സൂപ്പർ സ്പെഷ്യാലിറ്റി. ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും പറയും US പോലുള്ള, അല്ലെങ്കിൽ കാനഡ പോലുള്ള, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രി ആയിട്ടുള്ള ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ അവരധികം ട്രീറ്റ്മെൻറ്റിന് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്കിവിടെ മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലിനിക്കുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ്, അവർക്കവിടെ ജനസംഖ്യ കുറവാണ്. അതുകൊണ്ട് അവരുടെ സിറ്റിസണിനെ നോക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. ഇപ്പോൾ ഒരു പരിധി കൂടുതൽ മെഡിസിനൊന്നും കുത്തിക്കയറേണ്ട ആവശ്യമില്ല പലപ്പോഴും. ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലങ്ങളിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ ഉത്സവ ദിവസങ്ങളിലോ അല്ലെങ്കിൽ കല്യാണ ദിവസങ്ങളിലോ ഒക്കെ കണ്ടിരുന്ന അത്രയും ആളാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പം ഈ കൂണുപോലെ മുളയ്ക്കുന്ന ഹോസ്പിറ്റൽസിന്, ആ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിന് മറ്റുള്ളവരെ ബിസിനസ്സുകാർ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ കാണുന്നത് അവർക്ക് ലാഭമല്ല. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് വരുന്നത്? ഒരു അനാരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലിയും ഒരു ജീവിത രീതികളും, എല്ലാവരും ഫ്രസ്ട്രേറ്റഡായിട്ടും, അതുപോലെ തന്നെ പറയത്തക്കതായിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ പോലും, ഇപ്പം നമ്മളിപ്പം ഉദാഹരണത്തിന് നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത്, അല്ലെങ്കിൽ അത്യാവശ്യം മാത്രം കഴിക്കുക, ഏറ്റവും പ്യൂറായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ചാപ്പയടിക്കും നമ്മൾ സംഖ്യയാണ് എന്നുള്ളത്. എന്നാൽ ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി ഡോക്ടേഴ്സിനെ കണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു പ്രകൃതിദത്തമായ രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് അല്ല എന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് ആ രീതിയിൽ ബിസിനസ് ആവശ്യമുള്ളവർ, പണം ആവശ്യമുള്ളവർ, ബലം ആവശ്യമുള്ളവർ, പവർ ആവശ്യമുള്ളവർ ആ മാതിരി ഫണ്ട് ഇറക്കി ആൾക്കാരുടെ സോഷ്യൽ മൈൻഡ് സെറ്റ് അങ്ങനെയായി. അപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് മൂകാംബിയെ പോയിട്ട് വന്ന സമയത്ത് വളരെ നമ്മളെ കൂടുതലുള്ളവരോട് ഞാൻ പറയുകയും ചെയ്തു. ഒരു 4 വയസ്സ് ഒരു മുസ്ലിം ഫാമിലിയാണ്.
എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാനിത് പറഞ്ഞു, എനിക്ക് വളരെ നല്ല കൊച്ചു പാവക്കുഞ്ഞുങ്ങളുടെ കൂട്ടുള്ള 3 കുഞ്ഞുങ്ങൾ. അപ്പം നല്ല രസമാണ്. ഇവർക്ക് കൂടുതൽ കുട്ടികളുണ്ടാകും. പക്ഷേ ഈ കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല സുന്ദരി കുഞ്ഞുങ്ങൾ, വളരെ ചെറുപ്പമല്ല. ഒരെണ്ണം മൂത്തൊരു കൊച്ച് ഒരു 8 വയസ്സ് 9 വയസ്സുണ്ടാവും. അതിൻ്റെ താഴെ ഒരെണ്ണം ഒരു 5-6 വയസ്സുണ്ടാവും. അതിൻ്റെ താഴെ ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് പോകുന്ന പോലത്തെ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 2 വയസ്സ് 3 വയസ്സുണ്ടാവും. അപ്പം ഞങ്ങൾ പൊതുവേ ഈ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വെജിറ്റേറിയൻ സാധനങ്ങളും കഴിച്ച് വേറെ നിവൃത്തിയില്ലാതെ വന്ന് പെട്ടതാണ് ആ സ്ഥലത്ത്. കാരണം അല്ലെങ്കിൽ പരമാവധി വെജിറ്റേറിയൻ ഇതിലോ ലൈറ്റായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ, യാത്രക്കിടയിൽ പ്രത്യേകിച്ച്. അപ്പോൾ അവിടെ വന്ന് പെട്ടപ്പം ഈ കൊച്ചു കുഞ്ഞ് ഈ അൽഫാം പോലുള്ള സാധനങ്ങൾ ഈ ചെറിയ കുട്ടി, അതായത് 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞ് ഇരുന്ന് കഴിക്കുക. അപ്പം ഞാൻ അനൂപിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, എൻ്റെ ദൈവമേ, അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ, ഒരു കൊച്ചു കുട്ടിയാണ്. അപ്പം ഇങ്ങനൊരു ഫുഡ് ഹാബിറ്റും ഇങ്ങനത്തെ ഒരു ശീലമുള്ള ഈ കുഞ്ഞിന് ഒരു 10-15 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പം അത് പെൺകുട്ടിയുമാണ്. അപ്പോൾ അതിന് ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വന്നില്ലെങ്കിലല്ലേ ഉള്ള അത്ഭുതം, ഹെവി വെയിറ്റോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ ആൾക്കാർക്കും, അതിപ്പം മിക്ക റെസ്റ്റോറൻറ്റ്സിൽ ചെന്നാലും വലിയവർ കഴിച്ചോട്ടെ, വലിയവരുടെ അവരുടെ ഇഷ്ടം, അവരെ നമുക്ക് നന്നാക്കാനൊന്നുമില്ല. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ എന്നുള്ളതാണ് നമുക്ക് സങ്കടം വരും. എന്ത് തെറ്റ് ചെയ്തു ആ കുട്ടികൾ? അത് കാണുമ്പോൾ നമുക്കൊരു ഒന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ പിടിച്ച് ഇതാക്കും. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. കൊച്ചു കുട്ടികളാണ്. അപ്പം ഭയങ്കര മോശമാണ്. അപ്പം ഹെൽത്ത് കെയറിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടും അതിനൊരു അവയർനെസ് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് കൂടുതൽ, നമ്മൾ ഇത്രയും ഭാവങ്ങൾ പറഞ്ഞെങ്കിലും ഈ 6 ഹവേഴ്സിന് ഞാൻ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തതിന് എടുത്ത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഈ നിങ്ങളൊരു ഹെൽത്ത് ഡെയിലി റൊട്ടീൻ റെഡിയാക്കണം, എക്സസൈസുകൾ ചെയ്യണം, നല്ലൊരു ഫുഡ് ഹാബിറ്റ് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു, പക്ഷേ വളരെ കുറച്ച് മാത്രം കഴിക്കുക. വളരെ ഉള്ളിലിരിക്കുന്നതെല്ലാം മാംസങ്ങളാണെന്നും ഓരോ മെഷീൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകുക. ഈഗോ ശരീരത്തിനോട് കാണിക്കാതിരിക്കുക, ശരീരം പിണങ്ങാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, കഴിക്കുന്നത് നല്ല സാധനങ്ങൾ കഴിക്കുക, നന്നായിട്ട് ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കൊച്ചു കുട്ടികളെ മെൻ്റലിയും ഫീഡ് ചെയ്യുന്നത്, ഫുഡായിട്ട് ഫീഡ് ചെയ്യുന്നത് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരുപാട് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെയൊക്കെ ജോലി നിമിത്തമുണ്ടായിട്ടുള്ള നമ്മുടെ ധനങ്ങളൊന്നും തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയോ ഷോ ഓഫിന് വേണ്ടിയോ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരാണ് ഒരു 15-20 വർഷം കഴിയുമ്പം ഈ ലോകം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ദയവായി കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് വിട്ട് പിടിക്കണമെന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, പരമാവധി അവരെ ശീലിപ്പിക്കുക. അതൊരു വലിയ ദൗത്യമാണ് അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെക്കാളും, നിങ്ങൾ കൊടുക്കുന്ന നല്ല സ്കൂളിനെക്കാട്ടിലും, അതെല്ലാം വേണം. നല്ല ഡ്രസ്സിനെക്കാട്ടിലും നിങ്ങൾ ബ്രാൻഡായിട്ടുള്ള ഗൂഗിൾസ് മേടിച്ചു കൊടുക്കുന്നത് പോലെ, നിങ്ങൾ ബ്രാൻഡായിട്ടുള്ള ഷർട്ട്സ് മേടിച്ചു കൊടുക്കുന്ന പോലെ, ബ്രാൻഡായിട്ടുള്ള ഷൂസ് വാങ്ങിക്കൊടുക്കുന്ന പോലെ, ഭൗതികപരമായിട്ട് കാര്യം ഷോ ഓഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ, സൊസൈറ്റിയുടെ മുന്നിൽ ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളും ഫുഡ് ഹാബിറ്റ്സും എക്സസൈസ് അടക്കം എല്ലാം, മെൻ്റൽ ഹെൽത്തും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനും കൂടി കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, ഇങ്ങനെയൊക്കെ അതൊക്കെ നന്നായി കാണണം എന്നാഗ്രഹിക്കുന്നൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, അടുത്ത ഭാവി തലമുറ, ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറ ഈ നാട്ടിലുണ്ടാവണം എന്ന് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളും ഇതെല്ലാവരോടും പറയുക. കുറച്ച് നേരമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക. കുഞ്ഞുങ്ങളോട് കുറച്ച് നേരമെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറയുക. ഫുഡ് ചൂസ് ചെയ്യാവുക. ഏതൊരു സാധനം എടുക്കുമ്പോഴും അതിൻ്റെ പരസ്യങ്ങൾ കണ്ടെടുക്കാതെ അതിൻ്റെ എടുക്കുന്ന വിഷയങ്ങളുടെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ ശീലിക്കുക. ഇല്ലെങ്കിൽ
നാളെ അസുഖം വന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ ധനമുണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, വലിയ 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 ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. പക്ഷെ അനുഭവിക്കേണ്ടതും ബലം ക്ഷയിക്കുന്നതുമൊക്കെ നമ്മളുടെ തന്നെയാണ് എന്നുള്ളത് ഓർത്തോളുക. നിങ്ങൾ ഈ ലോകത്തില്ല എന്ന് കരുതി ഈ ലോകത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ ലോകത്തില്ല എങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് ഈ ലൈഫ് നമുക്ക് മിസ്സാവും. അതുകൊണ്ട് 2 കൈയും എടുത്ത് പറയുകയാണ്, നിങ്ങൾ സ്വയം മാറാൻ നോക്കുക. അതുപോലെ തന്നെ കുട്ടികളെയും, പേരൻസ് പ്രത്യേകിച്ച് കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഭോജ്യവസ്തു എന്ന് പറയുന്ന മാംസമാണ്. രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. ക്രിയേറ്റിവിറ്റിയുടെ ദേവതയാണ് ബ്രഹ്മാവ്. സൃഷ്ടിയുടെ ഇതാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. പാമ്പാണ് മൃഗം, പുള്ളാണ് പക്ഷി. മൃഗം പാമ്പായതുകൊണ്ട് തന്നെ വിഷമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഉള്ളിൽ വിഷമുണ്ടായിരിക്കും, ഓർമ്മകൾ നന്നായിട്ടുണ്ടായിരിക്കും, മറച്ചു വെച്ച് പെരുമാറാൻ കഴിയുന്നവരായിരിക്കും എന്നുള്ളതാണ്. സ്നേഹിച്ചത് മറന്നു പോയാലും വിഷമിപ്പിച്ചത് മറക്കാത്തവരായിരിക്കും എന്നുള്ളതാണ് രോഹിണി നക്ഷത്രക്കാർ. അതുപോലെ മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. മാനുഷികമായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഇവർക്ക് ഉണ്ടാവും. സ്ത്രീ യോനി നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇമോഷണൽ നീഡ്സ് ഉണ്ടാവും. ഒരു പെൺ നക്ഷത്രമാണിത്, ഇമോഷണൽ നീഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്ഥാനം എന്ന് പറയുന്നത് ചാലുകളാണ് ഇതിൻ്റെ രോഹിണി നക്ഷത്രത്തിൻ്റെ ഇതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കണങ്കാലാണ് ശരീരത്തിൻ്റെ ഭാഗം രോഹിണി നക്ഷത്രത്തിൻ്റെ. അതേപോലെ തന്നെ ഞാവലാണ് നക്ഷത്രവൃക്ഷം. ഈ രോഹിണി നക്ഷത്രക്കാർ ഞാവൽ വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ച് വെള്ളമൊക്കെ കോരുന്നതും ഒക്കെ നല്ല ഐശ്വര്യമാണ്. തെക്കാണ് ദിക്ക്, ഈ നക്ഷത്രത്തിൻ്റെ ദിക്ക് തെക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിവാഹമൊക്കെ ചിന്തിക്കുന്ന സമയത്ത്, പ്രശ്നമൊക്കെ വരുന്ന സമയത്ത്, ഇതിൻ്റെ ദിക്ക് ചോദിക്കുന്ന സമയത്ത് രോഹിണി നക്ഷത്രത്തിലാണ് 7ാം ഭാവാധിപൻ ശുക്രൻ ഒക്കെ നിൽക്കുന്നതെങ്കിൽ തെക്ക് എന്ന് വരും എന്നൊക്കെ പറയാം. ഒരു പൊതുവേ രോഹിണി ഒരു ശുഭനക്ഷത്രമാണ്, ശുഭനക്ഷത്രങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഭൂമിഭൂതവുമാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയാണ്. ചക്രങ്ങളിൽ സ്വാധിഷ്ഠാനവുമായിട്ട് ബന്ധമുള്ള, ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രമാണ്. ബ്രഹ്മാവിൻ്റെ അംശമുള്ള നക്ഷത്രമാണ് രോഹിണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മദേവൻ്റെ ഒരുപാട് ക്വാളിറ്റീസ്, ഒരു ക്രിയേറ്റീവ് ക്വാളിറ്റി കൃഷ്ണൻ ഉണ്ടായിരുന്നു. കൃഷ്ണൻ ജനിച്ചതും രോഹിണി നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭൂമിഭൂതമാണ്. ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ക്രിയേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള നക്ഷത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ നീഡ്സ് ഉള്ള ഒരു നക്ഷത്രമാണ്. ഇമോഷണലാണ് ഇവർ കുറച്ച് ഇമോഷണലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് കമൻസ് വന്നിട്ടുള്ളൊരു വീഡിയോ, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. അതും ഇതുപോലെ എനിക്ക് തോന്നുന്നു ഉത്തരാഖണ്ഡിലെ ഏതോ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ ഞാൻ ഇതിനടിയിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട്, അത് കണ്ടു നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഒന്നുകൂടെ കണ്ടു നോക്കുക. ആർക്കാണ് അവനവൻ്റെ സ്വഭാവത്തെ കുറച്ച് കൂടുതൽ അറിയാൻ ഇഷ്ടമല്ലാത്തത്, അല്ലേ? കണ്ടോളാം. ഇനി ഈ നക്ഷത്രത്തിൻ്റെ വിഷഭാഗം, ഓരോ നക്ഷത്രത്തിനും കുറച്ച് വിഷഭാഗവും കുറച്ച് അമൃതഭാഗവും ഉണ്ട്. അപ്പോൾ അതിൽ വിഷഭാഗം അല്ലെങ്കിൽ വിഷകടി എന്ന് പറയുന്നത് 40 നാഴിക മുതൽ 44 നാഴിക വരെ, നക്ഷത്രത്തിൻ്റെ 40ാമത്തെ നാഴിക മുതൽ 44ാമത്തെ നാഴിക വരെ വിഷകടിയും. അതുപോലെ ഉഷ്ണശിഖ എന്ന് പറയുന്നത് 7.5 നാഴിക മുതൽ 15 നാഴിക വരെയും. അതുപോലെ അമൃതകടി എന്ന് പറയുന്നത് 52 നാഴിക മുതൽ 56 നാഴിക വരെയുമാണ് അതിൻ്റെ അമൃതകടിയായിട്ട് വരുന്നത്. മധ്യമാചാരിയാണ്. അതുപോലെ തന്നെ ശകടാകാരമാണ്, ശകടരൂപമാണ്, ശകടമായിട്ടുള്ള രൂപമാണ്. ഊർധ്വമുഖ നക്ഷത്രമാണ്, ധ്രുവ സ്ഥിരമാണ്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള ചേഷ്ടകളൊക്കെ. ശകടമാണ്, ശകടാകാരമാണ്. അപ്പോൾ ഊർധ്വമുഖ നക്ഷത്രമാണ്. കുറച്ച് ഉയർച്ചകൾ തരുന്ന ക്വാളിറ്റീസുള്ള ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രം മുഹൂർത്തത്തിനൊക്കെ വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാണ് രോഹിണി.
അതുപോലെ തന്നെ ബ്രഹ്മദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർ ആയതുകൊണ്ട് തന്നെ, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർ ആയതുകൊണ്ട് തന്നെ, ക്രിയേറ്റിവിറ്റിയും ക്ലീംകാരവും കാമബീജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർ ആയതുകൊണ്ട് തന്നെ, കാമബീജവും കൃഷ്ണബീജവും ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ, ആ ബീജത്തിന് കാമബീജവും കൃഷ്ണൻ്റെ മന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് ക്രിയേറ്റിവിറ്റി റൊമാൻസും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഗ്രോത്ത്, പ്രോസ്പെരിറ്റി ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ശുക്രൻ്റെ സ്ഥലം, ശുക്രൻ്റെ രാശി, ചന്ദ്രൻ ഉച്ചം വരുന്ന രാശി അല്ലേ. രോഹിണി ചന്ദ്രൻ്റെ നക്ഷത്രവും കൂടിയാണ്. അപ്പം ശുക്രനും ചന്ദ്രൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഇവർ പൊതുവെ. അപ്പോൾ എന്താണ് ബ്യൂട്ടി ആൻഡ് ചാം, നർച്ചറിങ് ഇമോഷണൽ കണക്ഷൻസ്. പിന്നെ കൃഷ്ണൻ്റെ നാളായതുകൊണ്ട് ആൾക്കാരോട് സ്നേഹത്തിൽ ഇടപെടാനും തന്നിലേക്ക് അടുപ്പിച്ച് നിർത്താനും ഒക്കെയുള്ള ഇത്. ചന്ദ്രൻ്റെ ഇഷ്ടപത്നി എന്നുള്ളതുകൊണ്ട് ഇമോഷണൽ നീഡ്സ് ഏറ്റവും കൂടുതൽ ചന്ദ്രന് കൊടുത്ത ആൾ രോഹിണിയാണ്. അപ്പം രോഹൻ ശക്തി എന്ന് പറയും. രോഹൻ ശക്തി അതായത് ഈ ഗ്രോത്ത് പ്രോസ്പെരിറ്റിയുടെ ഒക്കെ ഒരിതാണ്. അപ്പോൾ ഒരു ആൾക്കാരോടൊരു അടുപ്പവും സ്നേഹവും ഒക്കെ വരുന്ന ഒരിതാണ്. കുറച്ച് ഇമോഷണൽ സ്റ്റാറാണ് കേട്ടോ രോഹിണി. ഇമോഷണലായിരിക്കും വരുന്നുള്ളത്. ഇനി ഇവരുടെ മോശ സ്വഭാവം കൊണ്ടെന്ന് പറയാം. എല്ലാം അങ്ങ് നല്ല രോഹിണിക്കാരെല്ലാം അങ്ങ് നല്ലതാണെന്നല്ല, നമ്മളെല്ലാം തികഞ്ഞവരല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാം തികയുന്നതിലേക്കുള്ള യാത്രയിലാണല്ലോ. ആത്യന്തികമായിട്ട് നമ്മൾ മോക്ഷത്തിലേക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ എല്ലാ ദുഃഖങ്ങളും വ്യാധികളും പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മഫലത്തിൻ്റെ വാക്യപത്രമാണെന്നറിയാലോ. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണല്ലോ പ്രമാണം. അപ്പം ആ വ്യാധികൾ ദുഃഖങ്ങളായിട്ട് വരുന്നതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ലെൻസിങ് തന്നെയാണ്. ആത്യന്തികമായ തരത്തിൽ ഇതെല്ലാം കർമ്മം ക്ഷയിച്ച് മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂഷനായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റായിട്ട് കണ്ടാൽ മതി. ഈ പട്ടാളത്തിലും പോലീസിലൊക്കെ ചേരുന്നതിന് മുമ്പുള്ളൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങാണ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കുറേ കാര്യങ്ങളായിട്ട് കണ്ടാൽ മതി. അപ്പം നെഗറ്റീവായിട്ട് വരാനുള്ള കർമ്മഫലം മോശമാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, മാനസികമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ്നെസ് ആണ്. ജലസി ഇൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്റ്റെബോൺനെസ്, കംഫർട്ട് ആൻഡ് സെൻഷ്വൽ പ്ലഷറിൽ മുഴുകാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം, ഓവർ ഇൻ്റലിജൻസ്, മെറ്റീരിയലിസം, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത് കുശുമ്പുണ്ടാവും. കുശുമ്പ് വരും. രോഹിണി നക്ഷത്രം മോശമായാൽ കുശുമ്പുണ്ടാവും. മറ്റുള്ളവർ വളരുന്നതിൽ പൊതുവേ ഒരു ഇതുണ്ട്. അവർ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഉള്ളിലുണ്ടാകും, കുശുമ്പുണ്ടാകും. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ടു ക്രിറ്റിസിസം, ഇമോഷണലി ഭയങ്കര വിഷയമായിരിക്കും. ഇവർക്കൊരു ഇമോഷണൽ നീഡാണ് വേണ്ടത്. ഇമോഷണൽ നീഡ് കൊടുത്തുകൊണ്ട് ഇവരുടെ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സ്നേഹവും ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും ഒരു പതുങ്ങലിടയ്ക്കുണ്ടാവും. ഞാൻ വളരെ കുറച്ച് പേരിൽ മാത്രമാണ് ഈ അഗ്രസീവായിട്ടുള്ളൊരു നേച്ചർ രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് കണ്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. ഞാൻ വളരെ കുറച്ച് പേര്, ഞാൻ പഴയ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, വളരെ ഇവർ കുറച്ചുകൂടി ഒരു ബ്യൂട്ടി ആൻഡ് ചാം, ഒരു ഇമോഷണൽ, ഇവരെ കാണുമ്പോൾ ഇവരുടെ മുഖത്തിലുള്ള ആ ശുക്രചന്ദ്രൻ്റെ ഒരു കോമ്പിനേഷനാണ് പലപ്പോഴും ഈ ആ ശുക്രൻ്റെ ഒരു ബ്യൂട്ടിയും ആ ചന്ദ്രൻ്റെ ഒരു പെട്ടെന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാമിങ്ങും എല്ലാം കൂടെ ഒരു മിക്സ്ചർ ആയിരിക്കും. ലഗ്നം രോഹിണി നക്ഷത്രത്തിൽ വീഴുക, അതേപോലെ തന്നെ ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുമ്പം അത് ബലപ്പെട്ട് വരിക. ഓക്കെ, അപ്പം ലഗ്നാധിപൻ 6-ാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുക, 6-ാം ഭാവാധിപൻ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുക, 6-ാം ഭാവത്തിൻ്റെ സ്ഫുടം രോഹിണി നക്ഷത്രത്തിൽ വരിക ഒക്കെ വന്നാൽ എന്താണ് ദുഃഖം, എന്താണ് രോഗം വരാൻ സാധ്യതയുള്ളത്, ശരീരത്തിന് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കണങ്കാലുകളിൽ വരുന്ന രോഗം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടത്. പിടലിയിലുള്ള ഈ കശേരുക്കളിൽ ഉണ്ടാകുന്ന രോഗം, തൊണ്ടവേദന, ടോൺസിലൈറ്റീസ്, ജലദോഷം, ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, ജലദോഷം, മൂക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ മാറാത്ത രോഗം. അതുപോലെ തന്നെ ക്ഷയം, ഉന്മാദം, പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ, മനോരോഗങ്ങൾ, എപ്പോഴും പുലമ്പിക്കൊണ്ട് നടക്കുന്നത്,
കുക്ഷിശൂലാധിരോഗങ്ങൾ, കാലുവേദന, അതുപോലെ തന്നെ കുജേന്ദു ഹേതു പ്രതിമാസാർത്ഥം, കുജനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഈ 6 ബന്ധം വരിക, ഈ ചന്ദ്രൻ അവിടെ നിൽക്കുക ഒക്കെ വന്നാൽ, ഈ രോഹിണി നക്ഷത്രത്തിൽ കുജൻ നിൽക്കുക ചെയ്താൽ പെൺകുട്ടികൾക്ക് ആർത്തവ സംബന്ധമായുള്ള രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ നീര്, ശരീരത്തിലാകെ നീര്, പെട്ടെന്ന് ഇമോഷണൽ ആവുക, കരയുക, സങ്കടപ്പെടുക, ഇതൊക്കെ വരാം. ഇടവൻ രാശി 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെയാണ് ഈ രോഹിണി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ ചന്ദ്രനും ആണ്. അപ്പം ഈ കാലാങ്കാനി വരാങ്കമാനനമുരോ എന്നുള്ള അതും അതുപോലെ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളും കൂടെ നിങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങൾ, ഈ പറയുന്ന ഹിൻറ്റുകൾ ഞാൻ തരുന്നതും കൂടെ വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ഇനിയും നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് പരിഹാരമായിട്ട് രോഹിണി നക്ഷത്രത്തിൽ വരുന്നവർക്ക് അസുഖങ്ങൾക്ക് തന്നെയല്ല, രോഹിണി നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. അപ്പം ആ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതാൽ നിങ്ങൾക്ക് പുണ്യവും ഐശ്വര്യവും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന രോഗത്തെ തരണം ചെയ്യാനും പറ്റും. 6 ഹൗസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളാകുന്ന രോഗത്തെ തരണം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് രോഗത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും, അതുപോലെ തന്നെ 6-ാം ഭാവം, 6-ാം ഭാവാധിപൻ കുജൻ, ശനി എന്നിവ കാരകന്മാരും രോഹിണി നക്ഷത്രത്തിൽ നിന്നാൽ, 6-ാം ഭാവത്തിൻ്റെ സ്ഫുടം രോഹിണി നക്ഷത്രത്തിലായാൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകേണ്ട സ്പേസ്, ആ ഒരു ഈശ്വരമായിട്ടുള്ള ഐശ്വര്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് പാണ്ഡവധൂത പെരുമാൾ ക്ഷേത്രം. രുക്മിണീ സത്യഭാമ സമേതനായിരിക്കുന്ന പാണ്ഡവധൂത പെരുമാളായിരിക്കുന്ന സാക്ഷാൽ നാരായണനെ കാഞ്ചീപുരത്ത് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി തൊഴുക. അതേപോലെ രണ്ടാമത്തേതെന്ന് പറയുന്നത് തിരുവിസനല്ലൂർ എന്നാണ് തോന്നുന്നു, അതിൽ തഞ്ചാവൂരാണ് ആ സ്ഥലം. അവിടെ യോഗാനന്ദനാഥർ ആയിട്ടിരിക്കുന്ന മഹാദേവനെ പോയി തൊഴുന്നതും ഈ നിങ്ങളുടെ നക്ഷത്രദോഷത്തിനുള്ള പരിഹാരമാണ്. അതുപോലെ തന്നെ ഗുജറാത്തിലുള്ള സോമനാഥ ക്ഷേത്രം, രോഹിണി നക്ഷത്രത്തിന് നക്ഷത്രദോഷത്തിനുള്ള പരിഹാരമാണ്. അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയട്ടെ. അതുവഴി നിങ്ങളുടെ ദുരിതങ്ങൾ, കടവും രോഗവും ദുഃഖങ്ങളും ഒക്കെ മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെ മാറി ഭംഗിയാവാൻ ചന്ദ്രദേവനായിരിക്കുന്ന, രോഹിണി വല്ലഭനായിരിക്കുന്ന, രോഹിണിയുടെ അധിപനായിരിക്കുന്ന, സോമനാഥനായിരിക്കുന്ന ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.